കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പല ജനങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ശതമാനം അലസത ഉള്ളവരാണ്. നല്ല ജീവിതത്തിൽ കിട്ടുന്ന ജോലികൾ പെട്ടെന്ന് ചെയ്യുന്നതും അതിലുള്ള അധ്വാന ഫലം ഒതുക്കി വയ്ക്കുന്നതും അത് ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ചിലരാണെങ്കിൽ അങ്ങനെയല്ല. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുവാൻ ഇവിടെ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ സലോമൻ ജ്ഞാനി പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ചിലവർ തങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ആ ഒരു അധ്വാന ഫലം കൊണ്ട് നാളത്തേക്കൊന്ന് അല്പം മാറ്റി വയ്ക്കാതെ സകലത്തെയും അപ്പോഴും തന്നെ തീർത്തിട്ടിരിക്കുന്നവരുണ്ട്. പിന്നെ നാളത്തേക്ക് വേണമെങ്കിൽ ഒന്നേന്ന് വീണ്ടും അവർക്ക് നേടിയെടുക്കണം. അങ്ങനെ പക്ഷേ ഉറുമ്പ് നോക്കുമ്പോൾ നമുക്ക് അറിയാം, വേനൽക്കാലം തീരുന്നു അറിഞ്ഞ ആ ഒരു ടൈം വരുമ്പോൾ അതിന് ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല, അത് തന്നെ ഈ ആഹാര സാധനങ്ങളൊക്കെ കൊണ്ട് സുരക്ഷിതമായ ഓരോ സ്ഥലത്തിലേക്ക് കൊണ്ട് കൂട്ടി വയ്ക്കുന്നതും അവർ വരിവരിയാ പോകുന്നതും നാം കാണാറുണ്ട്. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതിൽ ഒരു ഭാഗം ഒതുക്കി വയ്ക്കുവാനും കിട്ടുന്ന ജോലിയെ അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് ഒരു അലസത മനോഭാവം കാണിക്കാതെ ഉത്സാഹമുള്ളവരെ ചെയ്യുകയും വേണം. പഠിക്കുന്ന കുട്ടികളെ തന്നെ നാം എടുത്താൽ അവർ എക്സാമിന് മുമ്പായിട്ട് പഠിക്കത്തില്ല. ഓരോ ദിവസവും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് അന്നന്ന് തന്നെ പഠിച്ച് മനസ്സിലാക്കി എക്സാമിൽ നല്ല മാർക്കെടുത്ത് പാസ്സാകുന്ന കുട്ടികളുമുണ്ട്. പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് മാർക്ക് കുറച്ചെടുക്കുന്നവരും പിന്നെ തോറ്റുപോകുന്നവരുമുണ്ട്. അതേപോലെ ദൈവിക കാര്യങ്ങളിലും അലസത കാണിക്കുന്നവരുണ്ട്. പ്രാർത്ഥനയിലായാലും വേദപുസ്തകം വായിക്കുന്നത് ആയാലും അല്ലെങ്കിൽ ചർച്ചിൽ പോയി ആരാധിക്കുന്നതിലായാലും ഒരു അലസത മനോഭാവം, പോകണം അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോകാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്നുള്ള ഒരു മാറ്റി വെച്ചിട്ട് കിടക്കുന്ന ഒരു ഭാവം. പക്ഷേ ദൈവസന്നിധിയിൽ നമ്മൾ ഈ ലോകകാര്യങ്ങളെപ്പോലെയുമല്ല. ദൈവസന്നിധിയിലുള്ള അലസത ഒരു മനുഷ്യനെ നിത്യ നരകത്തിലേക്ക് കൊണ്ടാക്കും. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവിക കാര്യങ്ങൾക്കടുത്തുള്ള കാര്യങ്ങൾ അലസത മനോഭാവം മാറ്റിയിട്ട് നാം ഡെയിലി വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അടുത്തിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. കർത്താവ് ഓരോരുത്തരും അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന വ്യക്തികളിൽ ആരെങ്കിലും തങ്ങളുടെ ദൈവിക ആരാധനകളിലോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിലോ അലസത കാണിക്കുന്നവർ, അലസത മനോഭാവത്തിലിരിക്കുന്നവർ ആരെങ്കിലും ഇത് കേട്ടെങ്കിൽ കർത്താവെ, ഈ സമയത്ത് തന്നെ അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അലസത മാറി ദൈവിക കാര്യങ്ങളിലും ഇപ്പോൾ തങ്ങളുടെ ജീവിത കാര്യങ്ങളിലും കർത്താവ് ഒരു ഉത്കണ്ഠയോടെ പെരുമാറി നല്ലവണ്ണം കർത്താവെ താങ്കൾ അതിൽ ശുഷ്കാന്തിയോട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മടിച്ചിരിക്കാതെ ഓരോ ദിവസവും വേദഭാഗം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വരവ് വരെ നിൻ്റെ വലതുകരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.